അയ്യോ അയ്യോ, ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറുന്നേ, ആനയില്ലെങ്കിൽ എന്നാ ഹിന്ദുസം നിന്നു പോകുമെന്നൊക്കെ കോടതി ചോദിച്ചു. അപ്പോൾ ഉള്ള കമൻറ്റ്, അയ്യോ ഹിന്ദുവിനെ ഉപദ്രവിക്കുന്നേ, ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നേ, ഹിന്ദു സംസ്കാരത്തിനിട്ട് മാത്രമേ നിനക്കൊക്കെ പണിയാനുള്ളൂടാ പന്ന കോടതി, വിവരമില്ലാത്ത ജഡ്ജിമാർ വന്നേ. ആന കുറച്ച് മാർഗനിർദ്ദേശങ്ങളെ വെച്ചുള്ളൂ. ആനയുടെ അടുത്ത് നിന്ന് ഇത്ര മാറി നിൽക്കണം, ആനയുടെ ചെവിയുടെ കീഴെ കിടന്ന് ചെണ്ട കൊട്ടല്, പടക്കം പൊട്ടിക്കരുത്, അങ്ങനെ സാധാരണ മനുഷ്യൻ്റെ തലയ്ക്കകത്ത് തോന്നുന്ന സാധാരണ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. അതിനുവേണ്ടി അയ്യോ അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ. ചില ടീംസായത്, അവർക്ക് ആന ഏതാ, ആനക്കാട്ട ഏതാ, ആനപ്പിണ്ട ഏതാണെന്നൊന്നും അറിയത്തില്ല. ഒരു ആന, കുറേ ആന അവിടെ നിന്നാൽ മതി. ഇതിന് ഈ ഒച്ച പറ്റുമോ? ഇതിന് ചില കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിച്ച് ഇങ്ങനെ ആക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. അവർക്കറിയാവുന്ന ഒരു ആന, കുറേ ആനകൾ വരണം, അവിടെ നിൽക്കണം. അതിപ്പം ആന ചത്ത് കിടന്നാലും കുഴപ്പമില്ല, ആനയുടെ ശവശരീരം കൊണ്ടാണെങ്കിലും അവിടെ നെറ്റിപ്പട്ടം കെട്ടി അവിടെ വെച്ചാൽ മതി. അപ്പോൾ ആചാരം നടക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. ഷോ, ഇവന്മാർക്ക് എന്തേരം പറഞ്ഞാലും ഒരു ബുദ്ധിയില്ലായ്മയുണ്ട്. ആനയെ കൊണ്ട് വെച്ചാൽ എല്ലാം ശരിയാവുള്ളൂ എന്നാണ് പറയുന്നത്. ഉത്സവമൊക്കെ നടത്തുമ്പോൾ അവിടെ എന്തെങ്കിലും പരിപാടികൾ, ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുന്ന പോലത്തെ പരിപാടികൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചാൽ പോയി. ആനയെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് ഓടിച്ച് തല്ലിക്കൊല്ലുന്ന എന്തിനാ ഇതിങ്ങനെ ഉപദ്രവിക്കുന്നത്? ആൾക്കാർ പക്ഷെ അത് ചെയ്താൽ സമാധാനമുള്ളെന്ന് തോന്നുന്നു. ആന ഒരു വന്യജീവിയാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. നാട്ടാനേനെ ഉപയോഗിക്കുന്ന വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് ലോകത്ത്? ഇപ്പോൾ ശ്രീലങ്കയും മ്യാൻമാറും ഭൂട്ടാനും ഒക്കെ പോലുള്ള സ്ഥലങ്ങൾ, അല്ലാതെ എന്തായാലും ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിലോ യൂറോപ്പിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്കൊരു ജീവനെ ഇഷ്ടമാണെങ്കിലേ നമ്മളതിനെ സ്നേഹിക്കുകയല്ലേ ചെയ്യുന്നത്. അത് സ്നേഹിക്കുക, അല്ലാതെ തല്ലിക്കൊന്നിട്ട് അതിനെക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അനുസരിപ്പിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ സെറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ ജീവികളെ സെറ്റ് ചെയ്യുന്നത്. അല്ലടാ, ഇത് ആനപ്രേമൊന്നും അതിനോട് പ്രേമൊന്നുമല്ല, ഭ്രാന്താണ്, നട്ടപ്രാന്ത്, അല്ലാതെ വേറൊന്നുമില്ല. ഈ വെളുത്തിട്ട് പാറുവാണല്ലോ ഇവിടെ. ഓരോ മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളെ. ഇത് ഭക്തിയുടെ ഭാഗമാണ്, കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്ത് കൾച്ചർ? എന്ത് കൾച്ചറാണത്? സാമാന്യബോധം ഇല്ലാത്ത ആൾക്കാർ മാത്രം ഇതിനെ കൾച്ചറെന്നോ വലിയ സംഭവം എന്നൊക്കെ പറയത്തുള്ളൂ. ആനയെ കാണുമ്പോൾ അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ ആനയൊക്കെ എത്ര കാലമായിട്ട്, ആനയൊക്കെ ആൾക്കാർ എത്ര കാലമായിട്ട് കാണും. എത്രയോ കാലങ്ങളായി മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ട്. പണ്ടൊക്കെ ആനയെ കൊണ്ട് തടി പിടിപ്പിക്കാൻ കൊണ്ടു കിടന്നു. അന്ന് ആനയുടെ ആവശ്യം ഉണ്ടായിരുന്നു, JCB ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പോഴും ആനയെ കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം. എനിക്ക് സത്യം പറഞ്ഞാൽ ആന കണ്ട പേടിയാണ്. ഈ പണ്ടാരങ്ങനെ നമ്മളെ കാലമായി നിലത്തടിച്ചാലെന്നൊരു കാര്യമുണ്ട്. അപ്പോഴും ആനപ്രേമികൾക്ക് അത് കുറുമ്പ്. ആര് ചത്താലും അമ്മക്ക് കാര്യങ്ങൾ നടന്നാൽ മതി, ആനയെ അവിടെ കൊണ്ട് നിർത്തണം. എന്തോ കാര്യത്തിന് ആർക്കും അറിയത്തില്ല അതെന്തിനാന്ന്. എന്തായാലും കോടതിയുടെ ഭാഗത്തുണ്ടായ ഇങ്ങനെ ഒരു സംവിധാനം, ഈ നിയന്ത്രണങ്ങൾ ഹൈക്കോടതി പറഞ്ഞത് വളരെ മികച്ച ഒരു കാര്യമാണ്. വളരെ മികച്ച ഒരു ഇതായിപ്പോയി, വളരെ മികച്ച ഒരു ഇത് തന്നെയാണത്. അതാണിത്, ഇത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ സമരമൊക്കെ നടത്തുമായിരിക്കും. ആനപ്രേമി അസോസിയേഷൻ, അരിക്കൊമ്പൻ ഫാൻസ് വലിയ സമരമൊക്കെ ഇനി സംഘടിപ്പിക്കും. ആനയെ എടുത്തുകൊണ്ടവർ നടക്കുകയൊക്കെ ചെയ്യും. ഇതിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിനെങ്ങനെയാണ് മെരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, തലയ്ക്കകത്ത് വെളിച്ചമുള്ള ഒരുത്തനും ആനയെ കൊണ്ടു നടക്കണമെന്ന് പറയല്ല. പക്ഷെ ഇവന്മാർ പറയും, മാർക്കതില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ആനപ്രേമം, ആനത്തുലി, ആനച്ചൂര്, ആനവാൽമോതിരം, എന്തൊക്കെ കേസ് കേട്ടാണ്. ഇപ്പോഴിപ്പോൾ ഈ പറയുന്ന ഈ നിയന്ത്രണങ്ങൾ അനുസരിച്ച് ആനയെ കൊണ്ടുവരരുത് എന്നും പറഞ്ഞിട്ടില്ല. ആനയുടെ എണ്ണം കുറയ്ക്കണം, ആനയുടെ കാലിനിടെ കുറച്ച് മാറി നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് നമുക്ക് പറ്റിയല്ലോ, നമുക്ക് കാലിനിടെ തന്നെ നിൽക്കണം. ആനയെ കൊണ്ട് എഴുന്നള്ളിക്കാനൊന്നും ഒരു ഹിന്ദു പുരാണങ്ങളിലും പറഞ്ഞിട്ടില്ല. ആനയെ കൊണ്ടു നടക്കണം. ഇന്ദ്രൻ്റെ എന്തോ സാധനമായിരുന്നു ആന, അല്ലാതെ ആനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പണ്ടൊക്കെ യുദ്ധമൊക്കെ നടത്തുമ്പോൾ ആനയെ കൊണ്ടു നടക്കണം, ആൾക്കാരെ ചവിട്ടിക്കൊല്ലാനൊക്കെ മഹാഭാരതത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ആവശ്യമായിരുന്നു. ഇപ്പോൾ അത് ആവശ്യമില്ല എന്നൊരു കാര്യമാണ് യഥാർത്ഥ സത്യം, നഗ്നമായ ഒരു സത്യം. അതേ ഉള്ളൂ. അല്ലാതെ ആനയെ കൊണ്ട് അമ്പലത്തിൽ നിർത്തണം, അവിടെ ചെണ്ട കൊട്ടണം, ആനയുടെ ചെവിക്കകത്തിട്ട് പടക്കം പൊട്ടിക്കണം, ആനയുടെ കാല ചങ്ങലയിട്ട് മുറിവുണ്ടാക്കി അതിനെ കുത്തിപ്പഴിപ്പിച്ച് ഉണങ്ങാൻ സമ്മതിക്കാതെ നശിപ്പിക്കണം എന്നൊന്നും അവിടത്തും പറഞ്ഞിട്ടില്ല. നമ്മളിതൊക്കെ വായിച്ചിട്ടുണ്ടേ. വേറെ കുറേ ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. സിംഹമുണ്ട്, ജിറാഫൊന്നും ഇല്ല കേട്ടോ. എലിയുണ്ട്. എലി ഒരു ദൈവത്തിൻ്റെ വാഹനം. എലീനെ എഴുന്നള്ളിക്കാതെ തന്നെ എലി കാണാനില്ല, അതേപോലെ ഓടിപ്പോയാലും എന്തോ ചെയ്യല്ലേ. എലിയുടെ കുറുമ്പ് നമുക്ക് കാണാൻ പറ്റിയല്ല. എന്തായാലും കൊള്ളാം. നിലവിളിക്കുന്ന കുറേ ആൾക്കാർ. ആനയുടെ കാര്യം കോടതി പറയുമ്പോൾ ചേനയുടെ കാര്യം പറയുന്ന ആൾക്കാർ പറയുന്നത്. റോഡിനകത്ത് ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ലേ? റോഡില്ല, വണ്ടിക്ക് സ്പീഡില്ല, കറണ്ട് അടിക്കുന്നില്ല ആൾക്കാർക്ക്. വണ്ടി
വണ്ടി സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല, ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ആനയുടെ കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നം. അങ്ങനെയാണ് വീട്ടിൽ ചെന്നാലും അപകടം പറ്റും, മണ്ണിടിഞ്ഞ് പോയാലൊക്കെ മതി. അപ്പോൾ പിന്നെ വീട് നിരോധിക്കണം. പിന്നെ വീടിനെ എന്നാ ചെയ്യാൻ പറ്റും? മാർഗ്ഗനിർദ്ദേശം ഇറക്കാം, വീടിങ്ങനെ വെക്കണം. അതുണ്ട് ഓൾറെഡി, അതാരും പാലിക്കുന്നില്ലെന്നേ ഉള്ളൂ.